അത്ര കർമ്മനിരതനായിരുന്നില്ല. ഒരു തരത്തിലുള്ള വാർദ്ധക്യ സഹജമായ നിഷ്ക്രിയത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരണവാർത്ത അത്ര ഒരു സർപ്രൈസിങ് ആയിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ മൻമോഹൻ സിംഗിന് അദ്ദേഹം പ്രതീക്ഷിക്കാതെയും ആഗ്രഹിക്കാതെയും ഒരു വലിയ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2004 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് ജയിച്ച എം പിമാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ എം പിമാർ ഞങ്ങൾ ഡൽഹിയിലേക്ക് വിളിച്ചത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും, അവർക്ക് വേണ്ടി ഒരു വോട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ആ തീരുമാനം മാറ്റി മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി എന്ന കാര്യം ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ ആ പദവിക്ക് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല. അദ്ദേഹം ലോക്സഭാ അംഗം പോലും ആയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് ഒരു വിശേഷണം വന്നത്. യാദൃശ്ചികമായാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അതുപോലെ തന്നെ യാദൃശ്ചികമായാണ് അതിനു മുമ്പ് നരസിംഹറാവുവിൻ്റെ കാലത്ത് അദ്ദേഹം ധനമന്ത്രി ആയതും. നരസിംഹറാവുവും ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പക്ഷെ മൻമോഹൻ സിംഗ് നൽകിയ അതിശക്തമായ പിന്തുണയാണ് അക്കാലത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക്, അതൊക്കെ വലിയ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പരിഷ്കാരങ്ങൾക്ക് നരസിംഹറാവുവിന് സഹായകമായി മാറിയത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നന്നായി വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് കുറേ കഴിയുമ്പോൾ സംഭവിക്കുമായിരിക്കും. അതുകൊണ്ട് വളരെ സൗമ്യൻ ആയ ഒരു പ്രധാനമന്ത്രി. പാർലമെൻറ്റിൽ അദ്ദേഹം പതിവായി വരുമായിരുന്നു. ഏത് ചോദ്യം ഉന്നയിച്ചാലും അതിന് ഉത്തരം നൽകുമായിരുന്നു. ആ രീതിയിൽ ഒരു കാര്യവിവരമുള്ള, അന്നത്തെ കാലത്ത് ഞങ്ങൾ പലരും പറയുമായിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാം, എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് പറയാം. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ അത് ഇന്ത്യയുടെ ഗതി മാറ്റിയ അല്ലെങ്കിൽ ഗതി നിർണയിച്ച വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളായിരുന്നു എന്ന് പറയേണ്ടി വരും. മാധ്യമങ്ങളെ തുടർച്ചയായി കാണാൻ മടി കാണിക്കാതിരുന്നൊരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് വലിയ ആവേശം കാണിച്ചിരുന്നില്ല. പക്ഷേ മാധ്യമങ്ങളെ കാണുന്നതിന് അദ്ദേഹത്തിന് തടസ്സവുമില്ലായിരുന്നു. ലോക്സഭയിലാണെങ്കിലും ഞങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അദ്ദേഹം സഭയിൽ ഹാജരായി അതിന് മറുപടി പറയുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതിലല്ലോ. മാധ്യമങ്ങളെ മാത്രമല്ല അകറ്റി നിർത്തുന്നത്, എം പിമാരെ അകറ്റി നിർത്തുകയാണ്. മൻമോഹൻ സിംഗ് അങ്ങനെ ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു നല്ല വിഷയം അറിയാവുന്ന ഒരു അക്കാഡമിക് വൈദഗ്ധ്യത്തോടെ പാർലമെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ കൃത്യമായി പറയുന്ന പ്രധാനമന്ത്രി കൂടിയായിരുന്നു. ഇല്ല, അങ്ങനെ അദ്ദേഹം ആരുമായിട്ട് വ്യക്തിബന്ധമൊന്നും പാലിക്കുന്ന ആളായിരുന്നില്ല. ഞങ്ങളിന്ന് തമാശയായിട്ട് പറയുമായിരുന്നു. കാരണം ഞങ്ങൾ 63-64 എം പിമാരുണ്ടല്ലോ ഇടതുപക്ഷത്തിന്. ആ പിന്തുണ കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഞങ്ങളെ ഒരു കുശലം പറയുകയോ, തമാശയായിട്ട് ഞങ്ങൾ നമ്മുടെ ഭാഷയൊക്കെ പറയുമായിരുന്നു, ചായ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ പ്രൊഫഷണൽ ആയിരുന്നു. രാഷ്ട്രീയത്തിൻ്റെതായ നാട്യങ്ങളോ അഭിനയങ്ങളോ ഒന്നും അതിലില്ലായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ അത് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാൻ തന്നെ കാര്യം അതാണ്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല. സുപ്രധാനമായ കുറേ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ്? അല്ല, അദ്ദേഹം ഇപ്പോൾ നരസിംഹറാവു പ്രധാനമന്ത്രിയായത് യാദൃശ്ചികമായിട്ടാണ്. അദ്ദേഹത്തെയാണ് വാസ്തവത്തിൽ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. വളരെ സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പോട്ടെ, സുപ്രധാനമായ സാമ്പത്തിക തീരുമാനങ്ങൾ അന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഗതി മാറ്റിയ കാരണം ആ കാലമെന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ കാലമാണ്.
അപ്പോൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായി ഇന്ത്യയുടെ നയങ്ങളിലും നിലപാടുകളിലും മാറ്റം വരുത്തേണ്ട ഒരു സന്ദർഭമായിരുന്നു. ആ കാര്യം വളരെ കൃതഹസ്തതയോടെ നിറവേറ്റിക്കൊടുത്തത് മൻമോഹൻ സിംഗാണ്. മൻമോഹൻ സിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ആ ആഗോളവൽക്കരണ നടപടികൾ അത്ര അനായാസം നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ടാകും. പക്ഷേ ആ ശരി തെറ്റുകൾക്കപ്പുറം വളരെ നിർണായകമായൊരു തീരുമാനം, അത് വിപ്ലവാത്മകമായ തീരുമാനം എന്ന് തന്നെ പറയാൻ കാരണം അത്രമാത്രം മാറ്റങ്ങൾ രാജ്യത്ത് വന്നിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു.